നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഷമി ടെക്കിന്റെ 100ാമത്തെ വീഡിയോയിലേക്ക് സെഞ്ചുറിയൻ വീഡിയോ സന്തോഷപൂർവ്വം സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ഡിഫറെന്റ് ആയിട്ട് സ്പെഷ്യൽ ആയിട്ട് അവതരിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചതാണ്. ബട്ട് സാഹചര്യവശാൽ ഈ ചെറിയൊരു വീഡിയോ ചുരുക്കമാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രോഡക്റ്റ് റിവ്യൂ ആണ്. ആദ്യമായിട്ടാണ് ഷമി ടെക്കിന്റെ ഈ ചാനൽ ഞാൻ പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യുന്നത്. ഇന്ന് ഈ പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ സാധാരണക്കാര് ഈ കാർ സ്റ്റാൻഡ് വളരെ ഹൈ റേറ്റ് കൊടുത്താണ് ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതായത് ആ കാർ സ്റ്റാൻഡ് ഇപ്പോ ഇത്തിരി ഹൈ റേഞ്ചിലാണ് ഉള്ള പ്രൈസ് എല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ബട്ട് മാർക്കറ്റില് കാർ സ്റ്റാൻഡ് ലോ റേഞ്ചിലും അവൈലബിൾ ആണ്. നമ്മുടെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ നമുക്ക് നോക്കിയാൽ അറിയാം. അപ്പോൾ ഒരു ചീപ്പ് റേറ്റിലുള്ള അത് ഇത് 200 രൂപ 300 രൂപ ആ റേഞ്ചിൽ വരും. ലോങ് ലൈഫിലേക്കല്ല, നമുക്ക് ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലേക്ക് വേണ്ടിയുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ സിലിക്കോൺ സക്കർ നമുക്ക് അൺബോക്സിങ് ചെയ്യാം. അപ്പോൾ ഇത് നല്ല സേഫായിട്ടാണ് അവർ പാക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ തുറക്കുമ്പോൾ തന്നെ ചീപ്പ് റേറ്റ് ആയിട്ടുണ്ട്, പക്ഷേ അതിനോടൊത്ത കവറാണ് അവർ അതിനെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല, ഞാൻ കരുതിയത് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ചീപ്പ് റേറ്റിന് കിട്ടുന്നതുകൊണ്ട് അത്ര വലിയ ഡിസൈനും കാര്യങ്ങളൊന്നും ഇല്ലായിരിക്കുന്നു. ബട്ട് നല്ല സ്റ്റാൻഡേർഡുള്ള കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിന് വേറെയും കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് താഴെ നോക്കുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ താഴെ ഒരു പേപ്പർ ഒട്ടിച്ചിരിക്കുന്ന ആദ്യം വിചാരിച്ചത്. ബട്ട് അത് പിന്നെയാണ് മനസ്സിലായത് ആ കാർ സക്കർ ആയതുകൊണ്ട് അത് കാറിൽ ഒട്ടിച്ച് വയ്ക്കാനുള്ള ഗമ്മാണ് അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നത്. സോ ഒരു ആൻഡ്രോയിഡ് ഫോൺ വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട് അത് ഫോണിന്. അതിൻ്റെ പുറകിലായിട്ട് നമുക്ക് കാർ സ്റ്റാൻഡിൽ വെച്ചിട്ട് അല്ലെങ്കിൽ കാർ ഗ്ലാസ്സിലേക്ക് വെച്ചിട്ട് നമുക്ക് തിരിക്കാനുള്ള, റൊട്ടേറ്റ് ചെയ്യാനുള്ള സിമ്പിൾ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഈ താഴത്തെ കവർ ഇളക്കിയപ്പോഴും മനസ്സിലാത്തത് കാറിൽ ഒട്ടിച്ച് വയ്ക്കാനുള്ള ഗമ്മോടുള്ള ഭാഗമാണ് അവിടെ ഇരിക്കുന്നത്. പ്രൊട്ടക്ഷൻ വേണ്ടിയാണ് അത് കൊടുത്തിരിക്കുന്നത് അവിടെ. അപ്പോൾ ഞാൻ താഴെ വെച്ച് നോക്കിയപ്പോൾ താഴെയും പൊട്ടുന്നുണ്ട്, നല്ല കാറിൻ്റെ ഗ്ലാസ്സിലും. അതുപോലെ തന്നെ ഡാഷിൻ്റെ അവിടെയാണ് ഇത് മെയിനായിട്ട് ഫിക്സ് ചെയ്യേണ്ടത്, ഡാഷ് ബോർഡിൻ്റെ അവിടെ. അപ്പോൾ കാറിൻ്റെ പ്രൊഡക്റ്റിൻ്റെ പാക്കിങ്ങിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കാറിൻ്റെ ഡാഷ് ബോർഡിലോ കാറിൻ്റെ സൈഡ് ഗ്ലാസ്സിലൊന്നും നമുക്ക് സൈഡ് മിറർ ഗ്ലാസ് അല്ല, ഡാഷ് ബോർഡിന് ചേർന്നുള്ള ഭാഗത്ത് നമുക്ക് ഫിക്സ് ചെയ്യാം. പാക്കിങ്ങിൽ തന്നെ കൊടുത്തിട്ടുണ്ട് മൊബൈൽ ഫോൺ ഫോർ കാർ എന്ന്, അതായത് സിലിക്കോൺ സക്കറാണത്. പറയുകയാണെങ്കിൽ ഇത് നമുക്ക് ഫോൺ ഹോൾഡറാണ്, കപ്പ് ബേസിലാണത് ഇതിൻ്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് എത്ര 360 ഡിഗ്രി വേണമെങ്കിൽ നമുക്ക് തിരിച്ച് റൊട്ടേഷൻ ചെയ്ത് വയ്ക്കാൻ പറ്റും. ഇത് ABS പ്ലസ് സിലിക്കോൺ കൊണ്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പ്രോഡക്റ്റ് എന്തായാലും നല്ല കംഫർട്ടബിളാണ് യൂസ് ചെയ്യാൻ. അതുപോലെ തന്നെ നമുക്ക് താഴെ ഇതിന് അധികം സ്ക്രൂ ഒന്നുമില്ല. നമുക്ക് താഴെ സ്റ്റാൻഡിനൊക്കെ നോക്കുവാണെങ്കിൽ നട്ടും ബോൾട്ടും മറ്റു കാര്യങ്ങൾ സ്ക്രൂ കൊണ്ടായിരിക്കും. ബട്ട് ഇതിൽ വളരെ കുറച്ച് നമ്മുടെ മൊബൈൽ ഫോൺ വയ്ക്കുന്ന ഹോൾഡറിന് വലിക്കാൻ മാത്രം അവിടെ മാത്രം ഒരു സ്ക്രൂ കൊടുത്തിട്ട് അധികം സ്ക്രൂ ഒന്നും കൊടുത്തിട്ടില്ല.
സോ വളരെ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇതാ ഞാൻ കണ്ടില്ല, ഈ 2 സ്ക്രൂ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. അത് നമുക്ക് മൊബൈൽ ഫോൺ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാനും അതിൻ്റെ വലുപ്പത്തിനനുസരിച്ച് അത് മൂവ് ചെയ്യുന്നതിന് മാത്രമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല 360 ആംഗിൾ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ആ ഗ്രിപ്പ് വരെ ഉണ്ട്. താഴെ ഉള്ള ഗ്രിപ്പാണത്. ഫ്ലെക്സിബിൾ ക്ലിപ്പ് ആണ്. അതുപോലെ തന്നെ 3.5 to 6 ഇഞ്ച് സ്മാർട്ട് ഫോൺ അതിൽ ഫിക്സ് ചെയ്യാം. അത് 90 mm വരെ നമുക്ക് വിഡ്ത്ത് അത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 1 ഹാൻഡ് ഓപ്പറേഷനാണത്. ഇത് നമുക്ക് വളരെയധികം യൂസ്ഫുള്ളാണ്. കാറിലൊക്കെ വയ്ക്കാവുന്ന ഏറ്റവും വില കുറഞ്ഞ് മാർക്കറ്റിൽ അവൈലബിൾ ആവുന്ന ഒരു പ്രോഡക്റ്റാണ്. സോ നിങ്ങൾക്കെല്ലാം ഇത് വലിയ വലിയ റേറ്റ് കൊടുത്ത് വാങ്ങിക്കുന്നതിനേക്കാളും ഒരു ടെമ്പററി യൂസിന് ഇത് വാങ്ങിച്ച് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് രേഖപ്പെടുത്തുക. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അതുപോലെ തന്നെ 100ാമത്തെ വീഡിയോ ആണ്. ഇതുവരെ എല്ലാം സപ്പോർട്ട് ചെയ്ത എല്ലാ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും താങ്ക് യു. അതുപോലെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കടപ്പാടുണ്ട്. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാൻ വരെ എൻ്റെ സൈനിങ് ഓഫ് ഫ്രം യുവർ മുഹമ്മദ് ഷമീർ ഫ്രം ഷമി ടെക് വീഡിയോസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.